അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രേക്ഷകർക്കും ചോദ്യോത്തര സെഗ്മെന്റിലേക്ക് സ്വാഗതം. അത് ഇന്നത്തെ ചോദ്യം നമ്മൾ സക്കാത്തിനെ കുറിച്ച് തന്നെയാണ്. സംഘടിത സക്കാത്ത്, അതായത് ഗ്രൂപ്പായിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വ്യക്തികൾക്കാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പള്ളിക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കാണോ കൊടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ചോദ്യം. സക്കാത്ത് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ സൊസൈറ്റിയെ രൂപപ്പെടുത്തുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതേസമയത്ത് മറ്റ് പല നിലക്കുമുള്ള ദാനധർമ്മങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും പൊതു സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പൊതു ഉണ്ടല്ലോ, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇസ്ലാം അഗതി, അതുപോലെ ദരിദ്രൻ എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമായ അഗതി എന്നെവിടെയും പറയുന്നില്ല, ഇല്ല, മറിച്ച് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. കാരണം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തിൽ. അപ്പോൾ ഈ സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ചും സംഭരിക്കുന്നതിനെക്കുറിച്ചും വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ മാതൃകയായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് ഒരാൾ വ്യക്തിപരമായിട്ട് ഒരു ദരിദ്രന് കാശ് കൈകൊണ്ട് എടുത്തു കൊടുക്കുന്ന രീതിയാണോ നല്ലത്, അതല്ലെങ്കിൽ സംഘടിതമായിട്ട് ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ കമ്മിറ്റികൾ ഉണ്ടാവും, സക്കാത്ത് കമ്മിറ്റി, അപ്പം അങ്ങനെയുള്ള കമ്മിറ്റിക്ക് കൊടുക്കുന്നതാണോ നല്ലത്? അതിൽ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി കാണിച്ചു തന്നത് സംഘടിതമായി സക്കാത്ത് സിസ്റ്റം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തികൾ ഒരു സംഘടിത സംരംഭത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അവർ പൊതുവായിട്ട് കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് അത് നടപ്പിൽ വരുത്താം. ഇനി രോഗികളും ദരിദ്രരും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താം. വ്യക്തിപരമായിട്ട് നൽകുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്ന്, മറ്റൊരാളുടെ അഭിമാനം ക്ഷതപ്പെടുന്നു. ഞാൻ ദരിദ്രനാണ്, അപ്പം ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു യാചന പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതിനുണ്ട്. അതുപോലെ നൽകുന്ന ആൾക്ക് ദുരഭിമാനമുണ്ടാകാം. ഞാൻ നിനക്ക് നൽകിയവനാണ്, അപ്പോൾ എന്നെ കാണുമ്പോൾ നിനക്കെന്താവുന്ന എഴുന്നേറ്റ് നിന്നുകൂടെ എന്ന് തോന്നിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കുന്ന ആളാണ്, എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അയാൾ എനിക്ക് ചെയ്തു തന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകാനിടയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ വ്യക്തിപരമായി നമ്മൾ കൊടുക്കുന്ന സക്കാത്തിൻ്റെ തുക കൊണ്ട് ഒരാളുടെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 10,000-ഓ 20,000 കൊണ്ട് അത് സാധ്യമല്ല. എന്നാൽ ഒരു സക്കാത്ത് കമ്മിറ്റി നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യമാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സംഘടിത സക്കാത്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ മദ്ഹബുകളും, ഷാഫി മദ്ഹബിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഒരാളെ ഭരമേൽപ്പിച്ചുകൊണ്ട് അയാളുടെ ചുമതലയിൽ ഏൽപ്പിച്ചുകൊണ്ട് സംഘടിത സക്കാത്ത് രീതി അനുവദനീയമാണ്. താങ്കൾ അതോടൊപ്പം മറ്റൊരു ചോദ്യം ചോദിച്ചല്ലോ, ഈ സക്കാത്ത് വ്യക്തിക്ക് കൊടുക്കണമോ അതല്ല സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടായി. വ്യക്തികൾക്ക് കൊടുക്കാം. ഫക്കീർ, മിസ്കീൻ പോലെയുള്ള അഗതികളും അശരണരുമായ ആളുകളുണ്ടല്ലോ, വ്യക്തികൾ. അതുപോലെ കടബാധിതനായ ആൾ ഒരു വ്യക്തിയായിരിക്കും. പിന്നെ വഴിയാധാരമായവൻ എന്ന് പറയുന്നത് വ്യക്തിയാണ്. ഇങ്ങനെ വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് ഉപയോഗിക്കാം. അതേപോലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ഈ സക്കാത്തിൻ്റെ അവകാശികളിൽ ഫീ സബീലില്ല എന്നൊരു വകുപ്പുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവമാർഗത്തിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ദീനി അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും, വൈജ്ഞാനിക സംവിധാനങ്ങളുണ്ടല്ലോ, കോളേജുകൾ, മദ്രസകൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കാം. പ്രവാചക കാലത്ത് ആ രൂപത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രതിരോധ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും, അതിനൊക്കെ സക്കാത്ത് അനുവദനീയമാണ്. അതേസമയം പള്ളികൾക്ക് കൊടുക്കാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പള്ളി വിശ്വാസികളുടെ തികച്ചും വ്യക്തിപരമായ എന്ന് തന്നെ പറയാം, അവരുടെ ഒരു പ്രാഥമികമായ നിർബന്ധമായ ബാധ്യതയാണല്ലോ പള്ളി നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പം അത് സമ്പത്ത് തന്നെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് എന്നാണ് പൊതുവെയുള്ള വീക്ഷണം. എന്നാൽ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, വെറും നമസ്കാരം മാത്രമല്ല, അതിലുപരിയായിട്ട്
പല പരിപാടികളും സംഘടിപ്പിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം പള്ളികൾക്ക് സക്കാത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സമ്പത്ത് എത്തിച്ചേരുക, അങ്ങനെ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുക, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു മുന്നേറ്റം സാധ്യമാവുക എന്നുള്ളതാണ് സക്കാത്തിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നമുക്കറിയാം, ചരിത്രം പറയുന്നുണ്ട്, സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ജനങ്ങൾ സക്കാത്ത് തിരിച്ച് പൊതുമുതലിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടായി. ജനങ്ങൾക്ക് സമ്പത്ത് ആവശ്യമില്ലാത്ത, സക്കാത്ത് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ സക്കാത്തിൻ്റെ മുതൽ പൊതുഖജനാവിൽ കുന്നുകൂടുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സക്കാത്ത് സിസ്റ്റം യഥാവിധി നടപ്പിൽ വരുത്തുകയാണെങ്കിൽ, ശാസ്ത്രീയമായി നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഒരു നാടിൻ്റെ മൊത്തം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം അത് പ്രയോജനപ്പെടും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയുമ്പോൾ വളരെ ചെറുതാണ്. ഒരാൾക്ക് 2.5% സമ്പത്ത് സക്കാത്തായി നൽകുക എന്നതൊരു പ്രയാസമുള്ള വിഷയമല്ല. അതേസമയത്ത് അങ്ങനെ കുറേ 2.5% കൂടുമ്പോൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റു പല റേഷ്യോ ഉണ്ട്. 5%, 10% ഒക്കെ കൊടുക്കേണ്ട വിഹിതങ്ങൾ വേറെയും സക്കാത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. പക്ഷെ അതേസമയം അയാൾ നൽകാൻ സന്നദ്ധനാകുമ്പോൾ ഭൗതികമായിട്ട് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും, ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. അതിലുപരി അള്ളാഹുവിൻ്റെ മഹത്തായ പ്രീതിയും പുണ്യവും സ്വർഗവും നേടിയെടുക്കാൻ അത് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിലയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ചോദ്യോത്തര സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.